മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർവാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പ വഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. ഇന്നത്തെ കൊട്ടേഷൻ വളരെ വേഗത്തിൽ ഓർത്തിരിക്കാം. 5:20 5-ാം അധ്യായം 20-ാം വാക്യത്തിന് ചേർത്ത് നമ്മൾ 5:20 എന്ന് ഓർക്കാം. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനമാണ്. ഈ വചനം ഓർത്തിരിക്കാൻ മറ്റൊരു എളുപ്പ വഴിയുണ്ട്. പിതാവായ ദൈവത്തിന് എങ്ങനെയാണ് നമ്മൾ കൃതജ്ഞത അർപ്പിക്കേണ്ടത്? പിതാവായ ദൈവത്തിന് നമ്മൾ കൃതജ്ഞത അർപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. 5-ാം അധ്യായം 20-ാം വാക്യം എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം. പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എല്ലാറ്റിനും എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നമുക്ക് പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആയിരിക്കട്ടെ. ആമേൻ.